ഞാൻ പറഞ്ഞില്ലേ വഴങ്ങി കൊടുക്കരുത്. നോക്ക്, ദൈവം ആദ്യം സൃഷ്ടിച്ച ആരെയാ? അല്ല ആരെയാ? ആദാമിനെ. അവന്റെ ഭാര്യയിൽ നിന്നാണ് സ്ത്രീ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ നമ്മുടെ ആശ്രിത. നമ്മൾ പറയുന്നത് കേട്ട് നിൽക്കേണ്ടവൻ. ആണുങ്ങൾ ആജ്ഞാപിക്കേണ്ടവർ, പെണ്ണുങ്ങൾ അനുസരിക്കേണ്ടവൻ. പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കണ്ണിനെ കയം കാണിക്കുന്നത് പോലെയാവും. എടുത്ത് ചാടിക്കളയും. ആണുങ്ങൾക്ക് രുചികരമായ വിധത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് ഈ പെണ്ണുങ്ങൾക്ക്. അതിനൊക്കെ കാരണം എന്താ? അല്ല എന്താ? ആണുങ്ങളുടെ വാര്യലിനോടാണ് ഈ സ്ത്രീകുലം കടപ്പെട്ടിരിക്കുന്നത്. ശാരദ നിന്റെ ഭാര്യയായിരിക്കും, പക്ഷെ അവളൊരു സ്ത്രീയാണ്. അവക്ക് നിന്നോടൊരു പുച്ഛം കാണും. പുച്ഛം. അവിടെ സഹോദരന്റെ വീട്ടിൽ പറ്റിക്കൂടി നിൽക്കുകയല്ലേ നീ? വിസാ 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 എന്ന് പറഞ്ഞു. ഞാൻ ഇനി ഒരു ലോകതത്വം പറയാം. സ്വയം ജോലി ചെയ്ത് കാശുണ്ടാക്കാതെ അന്യോരുടെ ഔദാര്യം പറ്റി കുടുംബം കഴിയുന്ന ഭർത്താക്കന്മാരോടെ ഭാര്യമാർക്ക് പുച്ഛവാ, പുച്ഛം. കള്ളം. എടേ, ഭർത്താവിന്റെ വരുമാനത്തിൽ കഴിയുമ്പോൾ അരപ്പട്ടിണിയാണെങ്കിലും അതിലൊരു അഭിമാനമേ ഭാര്യമാർക്ക് തോന്നൂ. വൻ വൃക്ഷങ്ങളുടെ തണലിൽ നിൽക്കുന്ന ചോലമരങ്ങളെ പോലെയാ പെണ്ണുങ്ങൾ ഇത്തരം ഭർത്താക്കന്മാരെ കാണുന്നത്. വളർച്ച കിട്ടില്ല, മുരടിച്ചു പോവും. അപ്പം ശാരദയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ചോലമരമാണെന്നല്ലേ? അമ്മ അതാണ് നോക്കണം. ജോലിയില്ലെന്നേ ഉള്ളൂ, ഒന്നാം തരം അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവനാണ് ഈ സുഗുണനും. കേട്ടാ, എന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുന്നവളായിരിക്കണം എന്റെ ഭാര്യ. എന്റെ മുഖത്തുണ്ടല്ലോ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്നത് വെറും ഷോക്കല്ല, പുരുഷത്വത്തിനാണ്. പുരുഷത്വത്തിന് കൂളിംഗ് ഗ്ലാസ് ഞാൻ പറഞ്ഞപ്പോ ശാരദ കുഞ്ഞിന് പിടിച്ചില്ല. അത് മുഖത്തിൽ നിന്നൊന്ന് മാറ്റാൻ പറഞ്ഞു നോക്കണം. അപ്പ കാണാ ഭർത്താവിന്റെ സ്നേഹം. അതെന്താ? നമ്മുടെ കണ്ണിനെ മറയ്ക്കുന്ന കറുപ്പാ കണ്ണട. ആ കണ്ണുകൾ പലരും കാണുന്നുണ്ട്, നമ്മൾ ആ കണ്ണിനെ കാണുന്നുമില്ല. പറഞ്ഞു നോക്കണം കുഞ്ഞെ, ആ കണ്ണട ഒന്ന് മാറ്റാൻ പറഞ്ഞു നോക്കണം. അല്ല, അതിപ്പം സുഗുണന്റെ സ്റ്റൈലിന് വെച്ചിരിക്കുകയല്ലേ? ലോകത്തുള്ള ബാക്കി ആണുങ്ങൾ മുഴുവൻ 24 മണിക്കൂറും ഈ സ്റ്റൈൽ കാണിക്കാത്തത്. അയ്യോ വേണ്ട, നമ്മളൊന്നും പറയുന്നില്ലേ. ഞാൻ ഇനി വല്ലതും പറഞ്ഞാ അത് കൂടിപ്പോ. ആ കണ്ണട മാറ്റണം. കണ്ണട മാറ്റണോന്ന്, മുഖത്തൂന്ന് കണ്ണട മാറ്റണോന്ന്. എന്താ കണ്ണട മാറ്റണമെന്ന്? അതിന് സുഗുണം 100 ജന്മം ജനിച്ചു വരണം. 100 ജന്മം. ആദാമിന്റെ ഭാര്യയിൽ നിന്നാണ് അവയെ സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ പുരുഷൻ ഇല്ലായിരുന്നെങ്കിൽ സ്ത്രീ ഈ ലോകത്തെ ഉണ്ടാവൂലായിരുന്നു. പോട്ടെ പോട്ടെ എന്ന് വെക്കുമ്പോ തലേ കയറുന്നു. ഭാര്യ എന്ന് പറയുന്നവള് ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളവളാണ്. ഞാൻ പറഞ്ഞു ചോലമരമാണല്ലേ, ചോലമരം. ഏത് മരമായാലും ശരി, കണ്ണട മാറ്റോ ഇല്ലയോ അതാ എനിക്ക് അറിയേണ്ടത്. മാറ്റില്ല മാറ്റില്ല മാറ്റില്ല. അപ്പോ എന്തുമാത്രം വെറുപ്പാണെന്ന് ഊഹിച്ചു നോക്കിയാ മതി. കണ്ണട മാറ്റൂറ്റാന്നല്ലേ? നാരായണ ഭഗവാനെ, ഇതൊന്നും കാണാനും കേൾക്കാനും ഇട്ടേക്കത് എന്നെ അങ്ങ് വിളിക്കണേ. ചൂടാ നോക്ക്, പണ്ട് പരമശിവൻ ചൂണ്ടാസുരന് ഒരു വരം കൊടുത്ത് ആരെയാണോ ചൂണ്ടുന്നത് അയാൾ പത്മമാവട്ടെ എന്ന്. വരത്തിന്റെ ശക്തി ടെസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നോ? ഭഗവാന്റെ നേരെ ചൂണ്ടിട്ട്. ഇതിപ്പോ അതേപോലെ നമ്മുടെ ഭാര്യന്റെ വിലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ നേരെ അങ്ങനെ വില ചൂണ്ടി സംസാരിക്കണ്ട. അമ്മാവാ, സുഗുണ ഒരു കാര്യം തുറന്നു പറയാം. ഞങ്ങൾ തമ്മിൽ ഉടക്ക് തുടങ്ങിയത് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് സുഗുണന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഈ ഇഷ്യൂ ഞാൻ അറിയേണ്ടവരെ അറിയിക്കാൻ തന്നെ പോവുകയാണ്. പോട്ടാ. കേട്ടും കേട്ടാ, ഞാൻ വിചാരിച്ചാലും ഒരു താജ്മഹൽ കെട്ടും. ഇന്ന് നേരെ ഒന്ന് ഇരട്ടി വെളുക്കെട്ട്. ഇതാണ്ട് അവിടെ ഒരു താജ്മഹൽ ഞാൻ കെട്ടും. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള ഭർത്താവ് എന്റെ ചേട്ടനാ, ഓലിക്ക ചേട്ടൻ. എന്താ കാര്യം? അതെ, താജ്മഹൽ കെട്ടാൻ പോണെന്നോ? ആരമല്ല, ഞാൻ. മറ്റേ രാജാവിന്റെ പേരെന്താന്ന് പറഞ്ഞു? ഷാജഹാൻ. ആ രാജാവ് കെട്ടിയ പോലൊരു മകള് ഞാൻ ഇവിടെ കെട്ടും. ഈ ഓടിക്ക കെട്ടും. കെട്ടിയിട്ട് ഞാൻ അടങ്ങും. അതെ, ഈ താജ്മഹൽ ഇട്ട ഒരുപാട് രൂപയാവും. എന്താ? അല്ല, അങ്കിളിനോട് പറഞ്ഞത് കെട്ടിക്കാനാ. നീ അങ്കിളിനോട് പറയാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. അങ്കിള് താജ്മഹൽ കെട്ടിയാലൊന്ന് അസൂയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധം വേർപെടുത്തി കൊടുക്കുക. ജീവിതത്തിൽ ആരും ഒറ്റപ്പെടാൻ പാടില്ലെന്ന് വിചാരിക്കുന്നവനാ ഞാൻ. പക്ഷേ ഒറ്റപ്പെട്ടേ മതിയാവൂന്നും പറഞ്ഞ് ചിലർ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തും. അതൊക്കെ ഞാൻ ഏറ്റു. ഇങ്ങോട്ട് നോക്കിയേ, എത്ര പേരുടെ ബന്ധം വേർപെടുത്തി കൊടുത്തവനാ ഈ അഡ്വക്കേറ്റ് പ്രതാപൻ, അറിയാമോ? അകന്ന് ദേഷ്യം കാണിച്ച് നിൽക്കുന്നവരെ അടുപ്പിക്കാൻ വല്ല വകുപ്പുണ്ടോ? മനസ്സിലായില്ല. അല്ല,
അകന്ന് നിൽക്കുന്ന ഒരു കുട്ടി, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഓ, അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ വലിയ കഥ. നമുക്ക് സുഗുണന്റെ കേസ് ഡീൽ ചെയ്യാം. സുഗുണ നോക്ക്, ഞാൻ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാറേ, ആ ഫോം അങ്ങ് കൊടുക്കണം. ദേ സുഗുണ, സാറ് പറയുന്ന സ്ഥലത്ത് നീ ഈശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങ് ഒപ്പിട്ട് കൊടുത്തേരെ. അല്ല, അതിപ്പോ ഒന്നും പേടിക്കണ്ട. ഈ അഡ്വക്കേറ്റ് പ്രതാപൻ ഡൈവോഴ്സിന്റെ എക്സ്പെർട്ട്. അത് തന്നെ, അതറിയാം. പക്ഷേ ഓ നോക്കടേ, നമ്മൾ ആണുങ്ങളാ, സ്ത്രീകളുടെ മുമ്പിൽ നമ്മൾ പതറാൻ പാടില്ല. പതറുന്നൊന്നുമല്ല, ചില കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു പോയതാണ്. ആലോചിക്കരുത്, ആവശ്യമില്ലാത്ത കാര്യം ആലോചിക്കരുത്. ഉറച്ചു നിൽക്ക്, മനസ്സ് ഉറച്ചു നിൽക്ക്. അതേന്നെ, ഒരു പ്രശ്നവുമില്ല. ദേ ഒന്ന് ഒപ്പിട്ടെ. എന്തടേ പേന കിടുകിടാന്ന് കിടന്ന് അടിക്കുന്നേ? എന്താണെന്ന് അറിഞ്ഞൂടാ, കൈക്കൊരു എനിക്കറിയാം, നിന്റെ കൈ കുറയ്ക്കാത്തതിന്റെ കാരണം എനിക്കറിയാം. ഒരു പ്രയാസം അല്ലേ? അയ്യോ, പ്രയാസം കാണും. ഒരു 90 അടിച്ച ഈ പ്രയാസം അങ്ങ് മാറും. വീട്ടിലെ പ്രയാസങ്ങൾ മറക്കാനല്ലേ ഈ വെള്ളമടി കണ്ടുപിടിച്ചത് തന്നെ. എന്തോന്ന് വെള്ളം അടിക്കാനാ? വക്കീല എന്റെ സംയമനം പാലിക്ക് സുഗുണ, സംയമനം പാലിക്ക്. അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ ലോകപരിചയം വെച്ച് പറഞ്ഞല്ലേ. ഞാനേ നാളെ ഒപ്പിടാം. ഇന്നത് മൊത്തം വായിച്ചു പഠിച്ചിട്ട് നാളെ ഒപ്പിടാം. അല്ല, ഒപ്പിട്, അത് അത്ര വലിയ കാര്യം. അത് തന്നെ. നിനക്ക് അത്ര വലിയ വിറയിലാണെങ്കിൽ ഇഞ്ഞതാ, നിനക്ക് വേണ്ടി ഞാൻ ഒപ്പിടാം. നിന്റെ ഒപ്പാണെന്ന് നീ അങ്ങ് കോടതി പറഞ്ഞാൽ മതി. ഞാൻ നാളെ ഒപ്പിടാം. സാറേ, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. നമുക്ക് ശരിയാക്കാം. കാര്യം ശരിയാക്കാൻ വക്കീലേ. ശരി ശരി. അല്ലേ എന്താ സോള, എനിക്കൊരു കാര്യം പറയാൻ. എന്താ? അതെ, അളിയന്റെ പെങ്ങളൊന്ന് പറഞ്ഞ് വിലക്കണം. എന്താ? അല്ല, ഞങ്ങൾ തമ്മിൽ ശരിയാവില്ല. ഞാൻ 2-3 ദിവസം കൊണ്ട് ശ്രദ്ധിക്കുക. എന്താ കാര്യം? കാര്യമൊന്നുമില്ല, നീ വെള്ളം ഒഴിക്കും. അളിയ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ലീലാവതി, വൈകുന്നേരം മാധവ സാറിന്റെ വീട്ടിൽ കല്യാണത്തിന് പോകണം. അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ചേട്ടന് ഞാൻ ഉണ്ടല്ലോ, ഇത് വളരെ പ്രശ്നമാക്കും. അത് ശരി ശരി, കാണിച്ചുതരാവേ, കാണിച്ചുതരാം കേട്ടോ. എനിക്കും അടുത്ത നാത്തൂനെ, ഞങ്ങൾ തമ്മിൽ അകലം കൂടുക. ഞാൻ എന്തായാലും തോറ്റു കൊടുക്കാൻ പോണില്ല. ദേ, നാത്തൂനൊന്ന് പറയണം, പറഞ്ഞ് മനസ്സിലാക്കണം. ശാരദ, സാവിത്രി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് പുളി വാങ്ങിട്ട് വാ. പുളി തീർന്നിരിക്കുക. എന്നെ കാണുമ്പോഴേ കുത്തുവാക്ക്, ദേഷ്യം, കുറ്റപ്പെടുത്തല് ഞാനിപ്പോ ഒരു ഭാരം പോലെയാ പറയണത്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കൂല. ദേ, നാത്തൂനെ ഏട്ടനോടൊന്ന് പറയണം, എന്നെ വിഷമിപ്പിക്കരുതെന്ന് പറയാൻ. പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം കൂടെ വാങ്ങിച്ചോണ്ട് വാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോവാം. നീ ഇതൊക്കെ അരിഞ്ഞ് അടുപ്പിലോട്ട് വയ്ക്കും. ഇപ്പൊ വരാം. എനിക്കാരുമില്ല, നരേട്ടനും നാത്തൂനും ആരും എന്റെ കൂടെ ഇല്ല. ഞാൻ പോവാ, എങ്ങോട്ടെങ്കിലും പോവാ. ഞാനും എങ്ങോട്ടെങ്കിലും പോവാ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഭാര്യയുടെ സഹോദരൻ ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കുമെന്ന് കരുതി. വേണ്ട, എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് താനും പൊരയ്ക്ക് തൂണുവന്ന്. എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് താനും പൊരയ്ക്ക് തൂണുവന്ന്. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോവും, നേരെ ഏതെങ്കിലും റെയിൽവേ പാളത്തിലേക്ക് പോവും. ഞാൻ കടൽക്കരയിലേക്കാ പോകുന്നത്. കടൽ തീരത്തായിരിക്കും എന്റെ അവസാനം. മതി, ജീവിച്ചത് മതി. ജീവിതാവസാനം വരെ ഒരുമിച്ചുണ്ടാവുമെന്ന് കരുതിയ ഞാൻ മണ്ടായി, മരമണ്ടായി. ഞാനാ മണ്ടി, മരമണ്ടി. ജീവിതത്തിൽ ഒരിക്കലും പിണങ്ങില്ലെന്ന് കരുതി, വഴക്കൂടില്ലെന്ന് കരുതി. എന്നിട്ടിപ്പോ ഞാനും അത് തന്നെ പറയുന്നത്. ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ടും ഇപ്പൊ കുറ്റമല്ല എനിക്ക്. ഒരു കാരണമില്ലാതെ സുഗണനല്ലേ വഴക്കുണ്ടാക്കിയേ. മുഖത്തെ കണ്ണാട് മാറ്റില്ലെന്ന് പറഞ്ഞത് നീയല്ലേ ശാരദ? തർക്കുത്തരം പറയുന്ന പോലെ. ഞാൻ താജ്മഹൽ കെട്ടിത്തരാൻ വേണ്ടി ഇരിക്കുകയല്ലായിരുന്നു. ആ താജ്മഹൽ താമസിക്കാൻ വേണ്ടി വെമ്പല് കൊണ്ടല്ലേ ഞാൻ നിന്നത്. എങ്കിൽ പിന്നെ നീ എന്നോട് ദേഷ്യം കാണിച്ചെന്തിന്? ഞാൻ ദേഷ്യപ്പെട്ടതല്ലോ, ദേഷ്യം അഭിനയിച്ചല്ലേ തുടങ്ങിയത്. ഞാനും ദേഷ്യം അഭിനയിക്കായിരുന്നല്ലോ.
അയ്യോ ശരിയാണല്ലോ, നമ്മള് ജീവിതം കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി വഴക്ക് അഭിനയിച്ചു. ആ ദിവസം എന്റെ ഓർമ്മകളിൽ അലയടിച്ച് വരുന്നു. ഒരു പ്രശ്നമില്ലായിരുന്നപ്പോ വഴക്കുണ്ടാക്കിയതിന് ശേഷമുള്ള അടുപ്പം അറിയാൻ വേണ്ടിട്ട് ആ കള്ള വഴക്ക് എവിടെയോ കൈവിട്ടു പോയി സുഗുണേട്ടാ. തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കാത്തു നിന്നവരുടെ ഇടപെടൽ കൂടെ ആയപ്പോ സംഗതി പൂർണ്ണമായി. ശരിയാണല്ലേ, എല്ലാം സുഭിക്ഷമായി കിട്ടുമ്പോഴേ ചിലർക്ക് എവിടെ ഒരു അതൃപ്തി, ചെറിയൊരു കുറവ് തോന്നും. അതാ നമുക്കിടയിൽ വന്നത്. അത് തന്നെ ചോറലിന്റെ ഇടയിൽ കയറിയത്. ദുഃഖം അറിയാതെ വളരുന്ന മക്കളെ ദുഃഖം അറിയാൻ വേണ്ടി വെറുതെ ദുഃഖിക്കുന്ന പോലെ. അയ്യോ, അപ്പൊ ഇവിടെ സംഭവിച്ചതെല്ലാം മായ, വെറും പുക. അത് തന്നെ, നമ്മൾ പിണങ്ങിയിട്ടില്ല. എന്റെ കയ്യിലൊന്ന് നുള്ളിത്താ. എന്ത് സൂണേട്ടാ? അല്ല, ഇവിടെ നടന്നതൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ. ഒന്നുകൂടെ നല്ല സുഖം. ഇവിടെ ഒന്നുകൂടെ. ഇനി ഇവിടെ നുള്ളി പോ. ഇനി ഒരു കൊച്ചു നുള്ളി ഇവിടെ. ഞാൻ നുള്ളി. കൊതുക്, ഭയങ്കര കൊതുകല്ലേ? അപ്പടി കൊതുക്, വലിയൊരു കൊതുക് ഇവിടെ. മറയ കൊതുക് അവിടെ കാത്തൂനെ. അല്ല, ഈ വഴക്കേ നിങ്ങൾ എവിടേക്ക് പോണെന്ന് പറഞ്ഞു? പോകുന്നു. ഇന്ന് രാഹുകാലം മോശം, നാളെ നല്ലൊരു മുഹൂർത്തമുണ്ട്. അപ്പൊ നാളെ പോവല്ലോ അല്ലേ? നാളെ യാത്രയ്ക്ക് പറ്റിയൊരു മുഹൂർത്തം ഉണ്ടെന്ന് പറയായിരുന്നു. നാളെയും പിന്നെ മറ്റന്നാളും അതിന്റെ അടുത്ത ദിവസവും ഒക്കെ യാത്രയ്ക്ക് പറ്റിയ മുഹൂർത്തം തന്നെ. അപ്പൊ പിണക്കൊക്കെ തീർന്നോ? ഏത് പിണക്കം? ആര് പിണങ്ങി? നീ ചായ എടുക്കും. തനിക്ക് താനും പുരയ്ക്ക് തൂണു എന്നുള്ള ചൊല്ല് മാറ്റണം. ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും തൂണ്. അത് തന്നെ. ഒരു നുള്ളി ഇവിടെ. ഇനി എനിക്ക് അകത്ത് വന്നിരുന്ന് നുള്ളി കളിച്ച നാട്ടുകാർ കാണില്ലായിരുന്നു. അകത്തോട്ട് പോവാം. നല്ല കാറ്റല്ലേ? ഹലോ പത്മകുമാറേ. അഭ്യാസം ഒന്നും പത്മകുമാരടുത്ത് വേണ്ട. പത്മകുമാരത്തൊക്കെ കുറെ കണ്ടിട്ടുള്ള. അയ്യോ, ആരാലും ശരി, നിന്റെ ഒക്കെ ഉള്ളിൽ ഇപ്പൊ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഭാര്യമാരെ കൊണ്ട് ഇറങ്ങിടക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട് തീരെ മോശം, സദാചാരമില്ല. പോകാം, അമേരിക്കയിൽ പോകാം. നരേന്ദ്ര സാറേ, കാറ്റുള്ള ഇറങ്ങിയിരിക്കല്ലേ? അല്ല, കടയിൽ പോയതാ. ഞങ്ങള് കാറ്റുള്ള ഇറങ്ങിയതാ. അങ്കിള് വിളിച്ചപ്പോ പറഞ്ഞു ദിവസം സൂസെ കൊണ്ടിടന്ന് കാറ്റ് വിളിക്കണമെന്ന്. കൊണ്ടുവച്ചോ? അയ്യോ അതല്ല, ഏതായാലും നടക്കാറില്ല, നമുക്ക് അങ്ങോട്ട് നടക്കാം. അത് നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ മൂഡിലല്ലേ? ഞങ്ങള് പഴഞ്ചന്മാര് സ്വപ്നത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ഞങ്ങള് രണ്ട് ഫാമിലി ഒരുമിച്ച് നടക്കൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഭാര്യമാർ സംസാരിച്ചതിന് മുമ്പ് നടന്നു. ഞങ്ങൾ ഭർത്താക്കന്മാർക്കും കുറിച്ച് സംസാരിക്കണ്ടെന്നേ. സുസി ചേച്ചി വിളിച്ചതിന് മുമ്പ് നടന്നു. നടക്കാറുമ്പോ തമാശ പറയാം, ഭാര്യമാരെ കളിയാക്കണം. പത്മകുമാരൻ, ഞങ്ങൾക്ക് ഒന്നിന്റെ സ്ഥലങ്ങളിൽ പോവാനുണ്ട്. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാം. ഹലോ സർ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അങ്കിൾ സുഖാണ് അങ്കിൾ, വളരെ സുഖാണ് അങ്കിൾ. അങ്കിൾ ശരി അങ്കിൾ. അങ്കിൾ ഓർമ്മയുണ്ട് അങ്കിൾ. അങ്കിൾ അങ്കിൾ ഓക്കെ അങ്കിൾ. ഓക്കെ കട്ട് ചെയ്തോ? നരേന്ദ്ര സാർ, ലീലാവതി ചേച്ചി. നരേന്ദ്ര സാർ, Where is she? ഇന്ന് കാറ്റുണ്ട മതി.
നടക്ക് Shall we go? മൂക്ക് തിരിഞ്ഞ് നടക്ക്. ഏരിയ